ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, ഒരുപക്ഷെ ഇത്തരമൊരു റെയ്ഡിന് ഇഡിക്ക് അനുമതി കിട്ടിയിരുന്നില്ല ഇതുവരെ. എന്നാൽ കോടതി ഈ അനുമതി നൽകിയതോടെ ഇരട്ട അന്വേഷണമാകാമെന്ന് കോടതി പറഞ്ഞതോടെ അവർക്ക് ക്ലീനായി ഒരു അന്വേഷണം നടത്താൻ കഴിയുന്ന സാഹചര്യമാണ്. നമുക്കെന്താണ് തിരുവനന്തപുരത്ത് നിന്നും മറ്റിടങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം? ഷഫീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ വിവരം അനുസരിച്ച് തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വാടക വീട്ടിൽ മാത്രമല്ല മറ്റൊരു സ്ഥലത്തു കൂടി ഇഡി പരിശോധന നടത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത്യന്തം നാടകീയമായ അത്യന്തം രഹസ്യ സ്വഭാവത്തിലാണ് ഈ പരിശോധന ഇഡി ആരംഭിച്ചത്. ഈ ശ്രീകാര്യത്ത് ഈ വീണ വിജയനുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥന്റെ വീട്ടിലും പരിശോധന നടക്കുന്നു എന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. വലിയ രഹസ്യ സ്വഭാവത്തിലായതിനാൽ തന്നെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നമുക്ക് പുറത്തേക്ക് പറയാൻ കഴിയുക, സ്ഥിരീകരിച്ച ശേഷം മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇഡിയെ സംബന്ധിച്ച ഇഡി ഒരു ടെക്നിക്കൽ ട്രാപ്പിലായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് ഹൈക്കോടതിയിലടക്കം ഈ കേസ് വരുന്ന സമയത്ത് ഇഡി വാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിൽ ഇരട്ട അന്വേഷണം പാടില്ല എന്നൊക്കെയുള്ള CMRLന്റെ വാദം, അതിനെ തള്ളിയത് SFIO മുന്നോട്ട് വെച്ച അന്വേഷണം, അതിനൊക്കെ അപ്പുറത്തേക്ക് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു മണി ലോണ്ടറിംഗ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ PMLA പരിധിയിൽ വരുന്ന ഒരു വകുപ്പിൽ വരുന്ന ഒരു സംഭവം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇഡി അന്വേഷണം അനിവാര്യമാണ്. മാത്രമല്ല കള്ളപ്പണം വെളുപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അധികാര സംവിധാനങ്ങളെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ള ആശങ്കയടക്കം ഇഡി കോടതിയിൽ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ഹൈക്കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു അനുമതി അത് ഇഡിക്ക് ലഭിക്കുന്നത്. ഏതായാലും അതിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ ഇഡി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു നീക്കമായി നമുക്കിതിനെ കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ നേരത്തെ തന്നെ ചില വിവരങ്ങൾ പുറത്തേക്ക് വന്നത് ഈ ശശിധരൻ കർത്തയും അതേപോലെ വീണ വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളെ വീണ്ടും ചോദ്യം ചെയ്യേണ്ട ആവശ്യകതയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇഡി മുന്നോട്ട് വെച്ചതാണ്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഈ ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീട്ടിൽ വനിതാ ഉദ്യോഗസ്ഥരടക്കം അല്ലെങ്കിൽ കേന്ദ്രസേനയിലെ വനിതാ ഉദ്യോഗസ്ഥരടക്കം എത്തിയത് ഇതിന്റെ ഭാഗമായിട്ടാണ്. വീണ വിജയനെ വളരെ ഗൗരവമായി തന്നെ ചോദ്യം ചെയ്യും. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഏതാണ്ട് 1.7 കോടി രൂപ അതിന്റെ മിസ്മാച്ച് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ രേഖകൾ നിലവിൽ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കോടതിയിലോ അതല്ലെങ്കിൽ SFIOയിലോ വീണ വിജയൻ ഹാജരാക്കി എന്നുള്ളതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അടിസ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ഈ റെയ്ഡിൽ ഇപ്പോൾ നടക്കുന്ന ഈ ചോദ്യം ചെയ്യലിൽ ആ രേഖകൾ ഹാജരാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഒരേ സമയം ഈ വീടുകൾ എന്നതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥരുടെ വീടുകളിലടക്കം നിലവിൽ ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ പോലീസ് ഈ വിവരം അറിയുന്നത് വളരെ വൈകിയാണ്. മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഇന്റലിജൻസ് സംവിധാനത്തെ അടക്കം അറിയിച്ചുകൊണ്ട് ഇഡി നടത്തിയ ഒരു പരിശോധനയല്ല. ഇപ്പോൾ ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വീടിന് മുൻപിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ച കാഴ്ച നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും ഈ സർക്കാർ മാറ്റം അധികാരമാറ്റം അടക്കമുള്ള കാര്യങ്ങൾക്ക് പിന്നാലെ ഇഡി നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായി നമുക്കിതിനെ കാണാൻ കഴിയും. ഇനി ഇക്കാര്യത്തിൽ എത്ര മണിക്കൂർ ഈ റെയ്ഡ് നീളും, മാത്രമല്ല അതിനുശേഷം റെയ്ഡ് അവസാനിപ്പിച്ച് വീണ്ടും ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതിലാണ് ഇനി ആകാംക്ഷയുള്ളത്. എസ് കെ അപ്പം ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. ഇന്ന് പുലർച്ചെ രാവിലെ 6 മണിയോടെയാണ് ഇഡി 12 ഇടങ്ങളിലേക്ക് റെയ്ഡുമായി എത്തിയത്. ശ്രീകാര്യത്തും റെയ്ഡുമായി ഇഡി ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നാൽ അതീവ രഹസ്യമായിട്ടാണ് ഇഡിയുടെ നീക്കങ്ങൾ. ഇപ്പോൾ തിരുവനന്തപുരത്ത് പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ ഇഡി ചോദ്യം ചെയ്യുന്ന വിവരമുണ്ട്. അതുപോലെ കോഴിക്കോട് മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. 12 ഇടങ്ങളിലാണ് ഇപ്പോൾ ഇഡി റെയ്ഡ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിലും റെയ്ഡ് നടക്കുന്നതാണ് നമുക്ക് വിവരം. അതുപോലെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷന് മുന്നിൽ നമ്മുടെ ലോക്കൽ പോലീസിലെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും അവരെ ആരെയും അകത്തേക്ക് ഇഡി കടത്തിവിടുന്നില്ല. മാത്രമല്ല കണ്ണൂരിലെ പിണറായി വിജയൻ്റെ വീട്ടിലേക്കും ഇഡി ഉദ്യോഗസ്ഥന്മാർ എത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ആ അടഞ്ഞു കിടക്കുന്ന വീട് തുറന്നു കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് വിവരം. തുറന്നു കൊടുക്കും, അല്പസമയത്തിനകം ആ വീട് തുറന്നു കിട്ടും എന്നാണ് ഇഡി പ്രതീക്ഷിക്കുന്നത്. അതല്ലെങ്കിൽ ഇഡി പൂട്ടുപൊളിച്ചായാലും വീടിനുള്ളിലേക്ക് കടന്ന് പരിശോധന നടത്തുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ഇതോടൊപ്പം തന്നെ ശരൺ കർത്തയെയും, അതായത് CMRLന്റെ ഡയറക്ടർ കൂടിയായ ശരൺ കർത്തയെ ചോദ്യം ചെയ്ത്, CMRLന്റെ MD ആണ് അദ്ദേഹം, മാനേജിംഗ് ഡയറക്ടറാണ്. അദ്ദേഹവും ഈ കേസിൽ, ഈ മാസപ്പടി കേസിൽ ആരോപണ വിധേയനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിലും റെയ്ഡ് നടക്കുന്നു. അദ്ദേഹത്തെയും ചോദ്യം, ശരൺ കർത്ത എന്ന CMRLന്റെ മാനേജിംഗ് ഡയറക്ടറെയും ചോദ്യം ചെയ്യുന്നു എന്ന വിവരമാണ് എത്തുന്നത്. പിണറായിയുടെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ പാർട്ടി പ്രവർത്തകർ എത്തുന്നു എന്ന് കണ്ണൂർ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CPI പ്രതിഷേധ പ്രകടനം നടത്താൻ ആലോചിക്കുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇഡി റെയ്ഡുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയാൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. മാത്രമല്ല കേസിൻ്റെ അന്വേഷണം നടത്തുന്ന വേളയിൽ നിയമവ്യവസ്ഥയ്ക്ക് എതിരായി പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നുള്ള സംശയവും പല പ്രവർത്തകരെയും അലട്ടുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണെന്നാണ് പല പ്രവർത്തകരും വിശ്വസിക്കുന്നത്. ഇത് കോടതിയുടെ ശ്രദ്ധയിലും ഈ കാര്യം കൊണ്ടുവന്നിരുന്നു. ഇരട്ട അന്വേഷണം ഒരു കാരണവശാലും പാടില്ല, ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ്, ഇഡി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലൊക്കെ തന്നെ
കോടതിയിൽ വാദഗതികൾ ഉയർന്നു വന്നെങ്കിലും അവസാനം ഇരട്ട അന്വേഷണമാകാമെന്നും അതിൽ തെറ്റില്ലെന്നും ഇന്നലെ കോടതി പറഞ്ഞതോടെ എല്ലാ കടമ്പകളും വഴിമാറിക്കിട്ടി ഇഡിക്ക്. അതിൻ്റെ വെളിച്ചത്തിൽ ഇന്ന് അതിരാവിലെ അതിനാടകീയമായി ആരെയും അറിയിക്കാൻ മീൻസ് കേരളത്തിലെ പോലീസുകാരെ ഒന്നും അറിയിക്കാതെ, രഹസ്യവിവരങ്ങൾ ചോർന്നു പോകാതിരിക്കാൻ പോലീസുകാരെ ഒന്നും അറിയിക്കാതെ ഇഡി കേന്ദ്രസേനയ്ക്കൊപ്പം ഈ 12 കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. തലസ്ഥാനത്ത് ഈ അടുത്തിടെയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാടക വീടെടുത്തത്. ആ വാടക വീട് ബേക്കറി ജംഗ്ഷനിലാണ്. ആ വാടക വീട്ടിലേക്കും ഇഡി എത്തിയിരുന്നു. ഇപ്പോൾ പിണറായി വിജയൻ ആ വാടക വീട്ടിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ വീണയും അദ്ദേഹത്തിൻ്റെ പത്നിയും കുടുംബവും ഒക്കെ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീണയെ ഇഡി ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.